യൂട്യൂബ് വീഡിയോയുടെ വരുമാനത്തെക്കുറിച്ച്. ഇന്ന് പലരും യൂട്യൂബ് വീഡിയോ അതൊരു വരുമാന മാർഗമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ ദഅവത്ത് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടുകൂടെ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ സംഗതി എനിക്കത് ചെയ്താൽ മതി, പിന്നെ എല്ലാ ചാനലുകളും ബ്ലോക്കാവും, എൻ്റെ പ്രസംഗം കൊടുക്കുന്ന എല്ലാ ചാനലും അത് ബ്ലോക്ക് വരും, അത് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് പരസ്യം കൊടുത്തുകൊണ്ട്, വാലിൻ്റെ അടിയിൽ പരസ്യം വരെ. എന്തായി പരസ്യം? നമ്മൾ പറയാൻ പോകുന്ന വിഷയവുമായി ഒരു ബന്ധമില്ലാത്ത പരസ്യങ്ങളാണ്, പരസ്പരം എതിരാകുന്ന ചില കോണ്ടെക്സ്റ്റുകൾ വരെ വരും. അതുകൊണ്ട് എനിക്കത് പൊരുത്തല്ല എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രഭാഷണങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നുണ്ടോ, അള്ളാഹിൻ്റെ അടുത്ത് കൂലി കിട്ടാൻ വേണ്ടി ചെയ്തേക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ അതിൽ പരസ്യം വരാൻ വേണ്ടി ചെയ്യണ്ട, പരസ്യം എനേബിൾ ചെയ്യരുത്. ഡിസേബിൾ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരുപാട് ആയിരക്കണക്കിന് ഉറുപ്പ് ഉണ്ടാക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾക്കത് അങ്ങനെ വരുന്ന ചില മേഖലകൾ ഉണ്ട്. അത് നമ്മൾ അതിൻ്റെ രീതിയിൽ, പലിശയുടെ രീതിയിൽ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ചില എപ്പിസോഡുകൾ കഴിഞ്ഞുപോയി. അതുകൊണ്ട് പക്ഷേ ഞാൻ പറയാണ്, ഒന്നുകൂടെ ഊന്നി പറയാണ്, യൂട്യൂബ് ഒരു വരുമാനാക്കി വെക്കരുത്. പലരും വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും ഉസ്താദുമാരുടെ വീഡിയോകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചാനൽ ചർച്ചയാക്കുന്നതും, അത് നാട്ടിലുള്ള മലയാളിയും മറുനാടൻ മലയാളിയാണെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് വരുമാനം ഉണ്ടാക്കാനാണ്. വരുമാനം ഉണ്ടാക്കാൻ അവർക്ക് റീച്ച് കിട്ടണം, 4 ആൾ കാണണം. അത് ആരുടെയെങ്കിലും മേക്കെട്ട് കയറിയാലും കുഴപ്പമില്ല, അവർക്ക് 4 ആൾ കണ്ടു, വ്യൂവേഴ്സ് കൂടി, അപ്പോൾ വരുമാനം, യൂട്യൂബിൻ്റെ വരുമാനം വേണം. എനിക്കത് ഹലാലും തൊയ്യിബും അല്ല എന്നാണ് മനസ്സിലായത്. എൻ്റെ കാര്യം പറയാലോ, ഹലാലാവണം, തൊയ്യിബാവണം. ഒന്ന് മ്യൂസിക് വെച്ചുള്ള, പെണ്ണുങ്ങളെ വെച്ചുള്ള ഈ പരസ്യങ്ങൾ, എല്ലാ പരസ്യങ്ങളും കൂടിയിട്ടാണ് ഈ വരുന്നത്. പരസ്യങ്ങൾ പോലും നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. UAE നമുക്ക് ഫിൽട്ടർ ചെയ്യാം, പക്ഷേ UAE പോലെ യൂറോപ്പിൽ നമുക്ക് വ്യൂവേഴ്സ് ഉണ്ട്, അമേരിക്കയിൽ നമുക്ക് വ്യൂവേഴ്സ് ഉണ്ട്, പല നാടുകളിലുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ വിളിക്കാറുണ്ട്. അവിടെയൊക്കെ ഈ പരസ്യങ്ങൾ കാണുമ്പോൾ വളരെ മോശപ്പെട്ട പരസ്യങ്ങൾ വരും രാത്രിയായി കഴിഞ്ഞാൽ. അതൊക്കെ വാതിൻ്റെ അടി കൊടുത്തിട്ട് എന്തിനാ അതിനെ മലിനപ്പെടുന്നത്? എന്ത് പൈസ അതുകൊണ്ട് നിങ്ങൾ സമ്പാദിക്കുന്നത്? മര്യാദക്ക് പോയിട്ട് ജോലി ചെയ്ത് ജീവിക്കും. ഇത് ദഅവത്തിന്റെ മാർഗമാണ്. അതുകൊണ്ട് ദഅവത്ത് ഉപയോഗിക്കേണ്ട ഈ വീഡിയോകൾ എന്ത് ചെയ്യരുത്, അതിൽ നിങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ നോക്കരുത്. വരുമാനത്തിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളി. അങ്ങനെ കയ്യും കാലം നനക്കാൻ പറ്റാതെ, ജോലി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ അറിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾക്ക് വേറെ തീരുമാനം എടുക്കാം. അല്ലാത്തവർ ഒരാളും അത് ചെയ്യരുത്. എൻ്റെ പ്രഭാഷണം വെച്ചിട്ട് അത് ചെയ്യുന്നത് എനിക്ക് പൊരുത്തമല്ല, എനിക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. പല ആളുകളെയും വിളിച്ച് പറയാറുണ്ട്, എല്ലാ തരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ വേളതും കൊടുക്കുന്നുണ്ട്. അവർക്ക് വരുമാനം മാത്രമേ വിഷയമുള്ളൂ. അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. എറണാകുളം ബേസ് ചെയ്തൊരു ടീം അങ്ങനെ ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്യല്ലേ, പരസ്യം കൊടുക്കല്ലേ, നിങ്ങളല്ലാത്ത കൊടുത്തോ. അത് നമുക്ക് ഹൈറല്ല. നമുക്ക് എങ്ങനെ ജായിസാവുക? ഈ പെണ്ണുങ്ങളും മ്യൂസിക്കും അതും ഇതും വെച്ചിട്ടുള്ള പരസ്യങ്ങൾ, അതിൻ്റെ വരുമാനം എങ്ങനെ ഹലാലാവും? ഉസ്താദന്മാർ വരെ വരുമാനം കിട്ടാൻ വേണ്ടി, റീച്ച് കിട്ടാൻ വേണ്ടി, ആ വ്യൂവേഴ്സ് കൂടുമ്പോൾ വരുമാനം കൂടുന്നു. വരുമാനത്തിന് വേണ്ടി ഈ പണി ചെയ്യാണ്. അള്ളാഹു ഹലാലും തൊയ്യിബും മാത്രമേ നമുക്ക് അനുവദിക്കുന്നുള്ളൂ. ആ ഹലാലും തൊയ്യിബിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പെരുമാറാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ മസ്അല എന്നപ്പോൾ മനസ്സിലാവും. ചെയ്യരുത്, അത് നല്ലതല്ല, ചെയ്യാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു നല്ല ബോധം നൽകട്ടെ. അള്ളാഹു നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.